ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് വിമൻ സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഒരു ജില്ലയിൽ എത്ര നിയമനം നടക്കും, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, കഴിഞ്ഞ തവണ എത്ര നിയമനം നടന്നു, അല്ലെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടി വരുമോ, നിയമനമൊക്കെ അത്യാവശ്യം ഇത്തവണ കൂടുമോ, അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, 2019 വന്ന റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണ്. 2019 റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 56 കട്ട് ഓഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 56 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. 162 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. 56 കട്ട് ഓഫ് വെച്ചു 162 പേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ 72 പേർക്കാണ് 2019 അഡ്വൈസ് പോയത്. ഇനി കൊല്ലത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 47.33 ആയിരുന്നു കൊല്ലത്തിന്റെ കട്ട് ഓഫ് വന്നത്. 145 പേരുടെ ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 42 പേർക്ക് മാത്രമാണ് 2019 നിയമനം കിട്ടിയത്. അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 44 കട്ട് ഓഫ്, 159 പേരുടെ ലിസ്റ്റ്, 29 പേർക്ക് മാത്രമാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ പറയുന്ന നിയമനം നടന്നത്. എറണാകുളത്തെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 50 മുകളിലേക്കുള്ളൊരു കട്ട് ഓഫ് ആണ് വന്നത്. 234 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. അതിൽ നിന്ന് 37 പേർക്ക് മാത്രമാണ് നിയമനം പോയത്. അങ്ങനെ എല്ലാ ജില്ലകളിലും 2019 നോക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ 50, 45-നും 50-നും 51-നും ഒക്കെ ഇടയിലുള്ള കട്ട് ഓഫും, അതുപോലെ തന്നെ നിയമനം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രം താരതമ്യേന 50-ന് മുകളിൽ 60-ന് മുകളിലേക്കുള്ള അഡ്വൈസും പോയി. ഇനി 2024 അതായത് നിലവിലത്തെ ലിസ്റ്റിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് 49.67 ആയിരുന്നു. അവിടെ 38 പേർക്കാണ് നിയമനം നടന്നത്. കൊല്ലത്തിന്റെ നോക്കുകയാണെങ്കിൽ സെയിം കട്ട് ഓഫ് 49.67 തന്നെയായിരുന്നു കൊല്ലത്തിന്റെ കട്ട് ഓഫ്. അവിടെ നിയമനം നടന്ന 31 പേർക്ക് മാത്രമാണ്. ഇനി അതുപോലെ തന്നെ പത്തനംതിട്ടയിലും 49.37, 25 പേർക്ക് മാത്രമാണ് നിയമനം നടന്നത്. എറണാകുളവും കട്ട് ഓഫ് 50 തന്നെ വന്നു. അവിടെ 41 പേർക്ക് മാത്രമാണ് നിയമനം നടന്നത്. പിന്നീട് അങ്ങോട്ട് വയനാട് പോലെയുള്ള, കാസർഗോഡ് പോലെയുള്ള താരതമ്യേന വളരെ കുറവ് നിയമനങ്ങളാണ് നടന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയം ഇത്തവണത്തെ ലിസ്റ്റിൽ എങ്ങനെയായിരിക്കും, കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ജില്ല വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആൾമോസ്റ്റ് മിക്ക ജില്ലകളിലും 45 എബോ ഉള്ളൊരു, 45-ന് മുകളിലുള്ള, ചിലപ്പോൾ 50-ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല, അതിന് മുകളിലേക്കുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും കൂടുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന സർക്കാർ വൃത്തങ്ങളുമായിട്ട്, അടുത്തുള്ള വൃത്തങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത്തവണ എക്സൈസിന് നിയമനം കൂടും, വിമൺ എക്സൈസിന് മാത്രം കേട്ടോ, മറ്റേ എക്സൈസിനല്ല, വിമൺ എക്സൈസിന് നിയമനം കൂടും എന്നൊരു ഇൻഫർമേഷൻ ആണ് പറഞ്ഞത്. അത് പക്ഷേ എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നറിയില്ല. പക്ഷേ ലിസ്റ്റിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ, ലിസ്റ്റ് ഒരു ജില്ലയിൽ എങ്ങനെയായാലും 200 പേരുടെ, 150 മുതൽ 200 പേരുടെ ലിസ്റ്റ് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുക. ആവറേജ് ഒരു 40 മുതൽ 50 വരെയുള്ള നിയമനം, അഡ്വൈസ് ആയിരിക്കും ഒരു ജില്ലയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ആണ്. നിയമനം കൂടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷേ നിലവിൽ എത്ര നിയമനം ഉണ്ടായിരുന്നോ അത് അത്രയും നിയമനം തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാകാൻ പോകുന്ന എന്തായാലും ഉറപ്പാണ്. കുറയത്തൊന്നുമില്ല, അത് അത്രയും തന്നെ ഉണ്ടാകും. അപ്പോൾ കട്ട് ഓഫ് നിങ്ങൾ കണ്ടു കാണും. കട്ട് ഓഫ് 50-ന് മുകളിലേക്കുള്ള കട്ട് ഓഫ് പോകുന്നുണ്ട്. ലിസ്റ്റ് വളരെ ചെറുതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എക്സൈസ് പോലെയല്ല, വിമൺ എക്സൈസിൽ സാധാരണ എക്സൈസിനേക്കാൾ കോമ്പറ്റീഷൻ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, സ്പെഷ്യൽ ടോപ്പിക്ക് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പഠിക്കാതെ ബാക്കിയുള്ള 80 മാർക്ക് മാത്രം കഴിഞ്ഞ തവണയും ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കുറേ ആളുകൾ, നമ്മുടെ സെൻറ്ററിൽ പഠിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾ അത് ചെയ്യരുത്. 50-ഓ 55-ഓ മാർക്ക്, 50 മാർക്ക് കട്ട് ഓഫിൽ കടന്നെന്നും പറഞ്ഞ് ഒരിക്കലും ജോലി കിട്ടത്തില്ല. കട്ട് ഓഫ് പ്ലസ് 20, 15 മാർക്കൊക്കെ വന്നാൽ മാത്രമേ ജോലി കിട്ടുന്ന ഒരു സാധ്യതയായിരിക്കും ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. അതായത് 50 മാർക്ക് കട്ട് ഓഫ് വെച്ചാൽ പോലും ഒരു 60, 65 മാർക്ക് വന്നാൽ മാത്രമേ ജോലി കിട്ടൂ. അത്രയും തന്നെ പോരാ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു മാർക്ക് പോലും കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കിയിട്ട്, നമ്മുടെ കൂട്ടത്തിലൊരു ഉദ്യോഗാർത്ഥി വേറൊരു ഉദ്യോഗാർത്ഥിക്ക് പറഞ്ഞു കൊടുത്താണ് 20 മാർക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി 80-ന് പഠിച്ചാൽ മതിയല്ലോ എന്ന്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്യാതിരിക്കുക. എത്ര മാർക്കുണ്ടോ, 100 മാർക്ക് ഉണ്ടെങ്കിൽ 100 മാർക്കിനും പഠിക്കുക. അതിൽ നിന്ന് എത്ര മാർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു അത്രയും മാക്സിമം മാർക്ക് എടുക്കുക. അപ്പോൾ എക്സൈസുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഈ പറയുന്ന ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജി ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഈക്വൽസിന്റെ എക്സൈസിന്റെ പുതിയ ബാച്ച് ഈ വരുന്ന 15-ാം തീയതി ആരംഭിക്കുകയാണ്. നമ്മുടെ എക്സൈസ് വിമണിന് വേണ്ടിയുള്ള, വിമൺ എക്സൈസ് ഓഫീസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച്. അത് കംപ്ലീറ്റ് കോഴ്സാണ്. എല്ലാ വീഡിയോ ക്ലാസ്സുകളും, ഓഡിയോ ക്ലാസ്സുകളും, PDF നോട്ടുകളും, എല്ലാ ദിവസവും എക്സാമും, ഞായറാഴ്ച വീക്ക്ലി എക്സാം ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ എക്സൈസ് ഓഫീസുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കും.